പിന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അദ്ദേഹം ഹാഫ് സ്ലീവ് ഷർട്ട് ഉപയോഗിക്കുന്നേ ഇല്ല. ഒരു വർഷമായിട്ട് ഉപേക്ഷിച്ചു. നിങ്ങളെല്ലാം കേട്ടതാണ്, നിങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹാഫ് സ്ലീവ് ഷർട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. അത് തന്നെ ഒരു വർഷം മുമ്പേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് നിന്ന് ആരോ കള്ളത്തരത്തിലെടുത്തിട്ടതാണ്. അതിനകത്തൊന്നും ഒരു പ്രസക്തിയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഹാഫ് സ്ലീവ് ഷർട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ മുമ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത് അദ്ദേഹം വോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതും പ്രത്യേകിച്ചും ഇവിടെ കുട്ടനാട്ടിലെ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഹാഫ് സ്ലീവ് ഷർട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്നത്, അപ്പോൾ അദ്ദേഹം രണ്ടാം പറഞ്ഞ തോമസ് കെ തോമസ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഏതാണ്ട് മനോവിഭ്രാന്തി മൂലമാണ് എഴുന്നേറ്റ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയതാണ്. ഇത് 9-ാം തീയതിയാണ് ഈ വോട്ടിംഗ് നടന്നത്. 12-ാം തീയതിയാണ് അദ്ദേഹം പറയുന്നത്. 3 ദിവസം മുമ്പ് നടന്ന സംഭവം പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയില്ലെങ്കിൽ മനോനില തെറ്റിയത് അദ്ദേഹത്തിനാണോ എനിക്കാണോ എന്ന് അദ്ദേഹം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ഈ കേൾക്കുന്ന നിങ്ങളും കുട്ടനാട്ടിലെ ജനങ്ങളും ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ആരുടെയാണ് മനോനില തെറ്റിയത്, ഓർമ്മയില്ല, അൽഷിമേഴ്സ് വായിച്ചത് ആർക്കാണെന്നുള്ളത് സ്വയമായിട്ട് ആലോചിക്കണം. അല്ലാതെ വേറൊരാടെ മണ്ടയ്ക്ക് അത് അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ തെളിവില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തും പറഞ്ഞാൽ. 2, അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോയി നെടുമുടി പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിച്ചു, FIR കൊടുക്കാൻ പറഞ്ഞു. ഇത് ഞാൻ ഇന്ന് രാവിലെ എടുപ്പിച്ചതാണ്. ഇത് കോടതിയുടെ പേപ്പറാണ്. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 24/2/26 ഈ കേസ് കോടതിയിൽ വന്നു. അത് 4 മാസം കൂടെ ഇൻറ്ററിം ഓർഡർ എക്സ്റ്റൻഡഡ് ബൈ 4 months. അപ്പോൾ ജഡ്ജിയുടെ പേരുണ്ട് CS ദാസ് ജഡ്ജ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേര് സഹിതമുണ്ട്. അപ്പോൾ അത് വളരെ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. 4 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ കേസൊന്നും തള്ളിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇവർ പറഞ്ഞു വരുത്തുന്നുണ്ട് അയ്യോ കേസൊന്നും ഇല്ല, ഇതിൻ്റെ പുറകെ ഞങ്ങൾ പോവുകയും ആ കേസ് ഞങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അതിനാവശ്യമായിട്ടുള്ള ഹരിഹരപുത്രനാണ് എൻ്റെ അഡ്വക്കേറ്റ്. അദ്ദേഹം ആ വിഷയത്തിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അപ്പിയർ ചെയ്തിരുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ അതിൻ്റെ ലെവലിൽ പോകും. അപ്പം ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് പോയി ഈ സ്റ്റേ മേടിക്കാൻ ശ്രമിച്ചത്? ഇത് ഘോഷ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്നാ? ഇങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് നേരിട്ടാൽ പോരായിരുന്നു. ഞാൻ ഒരു SC/ST അട്രോസിറ്റി പ്രകാരം എനിക്ക് കേസ് വന്നപ്പോൾ ഞാൻ സ്റ്റേക്കൊന്നും കോടതിയിൽ പോയില്ല. ഞാൻ എടുക്കാൻ പറഞ്ഞു, കേസ് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെയാണ് DYSP മുരളി ഹോട്ടലിൽ ഹരിപ്പാട്ട് പോയി ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഉപദ്രവിച്ചെന്നും ഞാൻ ചീത്ത വിളിച്ചെന്നും പറയുന്ന ആ സഹോദരി എനിക്ക് മുമ്പേ, ഞാൻ അവിടെ ചെല്ലുന്നതിന് 20 മിനിറ്റ് മുമ്പേ ആ ഓഡിറ്റോറിയത്തിൽ കയറി ഇരിപ്പുണ്ട്. DYSP അത് വളരെ വ്യക്തമായിട്ടും അത് രേഖപ്പെടുത്തി. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്? ഈ കേസുകളെല്ലാം തെളിയും. അതുപോലെ ആലീസ് ജോഷി എന്ന് പറയുന്ന ഒരു സഹോദരി മരിച്ചുപോയി. ആ സഹോദരിയെ കൊണ്ട് ഞാൻ അവരെ ഉപദ്രവിച്ചെന്നും 5 മണിക്ക് അവരുടെ കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും പറഞ്ഞു. പക്ഷേ 5:30 അവർ നടന്നു വരുന്ന വീഡിയോ ദൃശ്യം അത് വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിന് മറുപടിയൊന്നും ഇല്ലാതായിപ്പോയി. അപ്പോൾ അവരോടും പോലീസ് ചോദിച്ചോളൂ, 5:30 നിങ്ങൾ നടന്നു വരുന്നുണ്ടല്ലോ, പിന്നെ അങ്ങനെ 5 മണിക്ക് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കള്ളക്കേസുകൾ റജി ചെറിയാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തി തന്നെയാണ് ഇതിലെല്ലാം പുറയിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞു. അത് ആർക്കാണ് മാനസികമെന്ന് അദ്ദേഹം വിലയിരുത്തുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. മൂന്നാമത്തെ വിഷയം, ഏതോ ഒരു നോട്ടീസ് അദ്ദേഹത്തിനെതിരെ ഞാനിവിടെ എല്ലാം കൊണ്ടു കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ പബ്ലിക്കായിട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, എന്നെ വധിക്കുവാൻ അദ്ദേഹം ഗൂഢാലോചന ചെയ്തു, എൻ്റെ ഡ്രൈവർക്ക് പൈസ കൊടുത്തു, അവനെ വശീകരിച്ചു, പല ആൾക്കാർക്കും അദ്ദേഹം പൈസ കൊടുത്തു, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതിന് ഒരു നോട്ടീസിനകത്ത് അയാളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പബ്ലിക്കായിട്ട് പറയുകയും എല്ലാ മീഡിയയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്ത കാര്യമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നോട്ടീസ്, അതിൻ്റെ പുറകിൽ രജിസ്റ്റർ ചെയ്യാനാണ്, ഒരു സംശയമില്ല. കാരണം അത് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിന് മാനനഷ്ട കേസ് കൊടുക്കാനായിട്ടുള്ള പേര്, അതിനകത്ത് ആരാ ചെയ്തെന്നുള്ള പോലീസ് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് ഈ മാതിരി തേർഡ് റേറ്റ് പ്രവർത്തനമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ അടുത്തൊരു മാസം കൂടെ ഉണ്ടല്ലോ, 10 ദിവസം ഉണ്ടല്ലോ, അദ്ദേഹം MLA ആയിട്ട് പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കട്ടെ.